Dear students, in this video we will be discussing few topics from the module 1. The topics we will be covering is 1. The qualifications and qualities of an auditor, and 2. The performance audit, which is a special kind of audit, and another kind of audit is social audit. So without any further delay, we will be moving on to the first topic, that is qualifications and qualities of an auditor. So ഒരു ഓഡിറ്റർക്ക് വേണ്ടുന്ന ട്രയറ്റ്സിനെ നമ്മൾ രണ്ട് സെഗ്മെൻ്റായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. വൺ ഇസ് ദ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് ആൻഡ് ദി അതർ വൺ ഇസ് പേഴ്സണൽ ക്വാളിറ്റീസ്. സോ വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് അബൌട്ട് ദ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് വിച്ച് ഷുഡ് ബി പൊസസ്ഡ് ബൈ ആൻ ഓഡിറ്റർ, which will include one, and the main one is he or she should be a practicing chartered accountant. ഒരു പ്രാക്ടീസിങ് ആയിട്ടുള്ള CA ആയിരിക്കണം. അത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ദർ ഇസ് നോ കോംപ്രമൈസ് ഇൻ ദാറ്റ്. ആൻഡ് ഇൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് ഒരു പ്രാക്ടീസിങ് CA എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി ICAI, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പ്രൊഫഷണൽ ബോഡിയിൽ മെമ്പർഷിപ്പ് ഉള്ള ഒരു വ്യക്തിയായിരിക്കും. ദെൻ അപ്പാർട്ട് ഫ്രം ദാറ്റ്, ആൻ ഓഡിറ്റർ ഷുഡ് ഹാവ് ദ ഫണ്ടമെൻ്റൽ നോളജ് റിഗാർഡിംഗ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഓൾ ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്. നിങ്ങൾ തന്നെ ഇപ്പോൾ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ് പഠിക്കുന്നുണ്ടല്ലേ. സ്പെഷ്യലൈസ്ഡ് അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. സോ ഇത്തരത്തിലുള്ള എല്ലാ അക്കൗണ്ടിങ്ങും ഒരു ബിസിനസ്സിൽ യൂസ്ഫുൾ ആയിട്ട് വരുന്നതാണ്, അല്ലെങ്കിൽ ആവശ്യമുള്ള അക്കൗണ്ടിങ് ബ്രാഞ്ചസ് ആണ്. സോ എല്ലാ ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെയും ബേസിക് പ്രിൻസിപ്പിൾസും കൺവെൻഷൻസും കോൺസെപ്റ്റും എല്ലാം ഒരു ഓഡിറ്റർക്ക് അറിവുണ്ടായിരിക്കണം. നെക്സ്റ്റ് വൺ ഇസ് അക്കൗണ്ടിങ് ഫീൽഡിൽ പുതിയതായിട്ടുണ്ടാകുന്ന ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റുകൾ, ടെക്നിക്സിൽ വരുന്ന മാറ്റങ്ങൾ, ഇത്തരത്തിലുള്ള പുതിയ ചേഞ്ചസ് എപ്പോഴും ഓഡിറ്റേഴ്സ് അപ്ഡേറ്റഡ് ആയിരിക്കണം. ആൻഡ് ഓൾസോ ഇദ്ദേഹത്തിന് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് അറിയാവുന്നത് കൊണ്ട് തന്നെ ഇദ്ദേഹം അപ്രൂവ് ചെയ്യുന്ന, ചെക്ക് ചെയ്യുന്ന എല്ലാ ട്രാൻസാക്ഷൻസും അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസുമായിട്ട് മാച്ചിങ് ആണോ എന്ന് നോക്കുക. അതല്ലാത്ത പക്ഷം ഒരൊറ്റ ട്രാൻസാക്ഷൻ പോലും ഇദ്ദേഹം പാസ് ചെയ്യാൻ പാടില്ല. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ഹി ഷുഡ് ഹാവ് തറോ നോളജ് റിഗാർഡിംഗ് ദ കമ്പനീസ് ആക്ട് ആൻഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് റിഗാർഡിംഗ് ദി ഓഡിറ്റിംഗ് പ്രോസസ്സസ്. ഇപ്പോൾ അക്കൗണ്ടിങ് മാത്രമല്ല, ഓഡിറ്റിംഗ് പ്രോസസ്സസും പ്രൊസീജിയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും അറിഞ്ഞിരിക്കുക. ആൻഡ് മോസ്റ്റ് പ്രോബബ്ലി കമ്പനീസ് ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും കമ്പനീസ് ആക്ടിൻ്റെ പ്രൊവിഷൻസും അറിഞ്ഞിരിക്കണം. ദെൻ ഓൾസോ വെനെവർ ഹി ഗോസ് ഫോർ എൻ ഓഡിറ്റ്, അതാത് ബിസിനസ്സിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഇദ്ദേഹം പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കണം. ആൻഡ് ഓൾസോ ഹി ക്യാൻ ഈവൻ വിസിറ്റ് ദി ഓഫീസസ് ആൻഡ് ദി കമ്പനീസ് ഇൻ പേഴ്സണൽ. Then next one, he should have a thorough knowledge regarding the trade laws. Mercantile laws means trade laws. He should be aware of that. And finally, he should have a considerable knowledge regarding that particular ബിസിനസ്സസ്, ദി ഓപ്പറേഷണൽ മെത്തേഡ്സ്. ഓരോ ബിസിനസ്സിലും ഡിഫറെൻറ്റ് മെത്തേഡ്സിലായിരിക്കും ഓപ്പറേഷൻസ് നടത്തുക. അതിപ്പോൾ ഒരു മാനുഫാക്ചറിങ് കമ്പനിയുടെയും ഒരു കോളേജിൻ്റെയും എടുത്താൽ അവരുടെ ഓപ്പറേഷണൽ മെത്തേഡ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഇത് രണ്ടും കൃത്യമായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഇദ്ദേഹത്തിന് അറിവുണ്ടായിരിക്കണം. സോ ബേസിക്കലി ഇത്രയും കാര്യങ്ങളാണ് പ്രൊഫഷണൽ ക്വാളിറ്റീസ് ഒരു ഓഡിറ്റർക്ക് വേണ്ടത്. ദെൻ മൂവിങ് ഓൺ ടു പേഴ്സണൽ ക്വാളിറ്റീസ്. സോ ഇവിടെ വരുമ്പോൾ ഒരു ഓഡിറ്റർ എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് എന്തൊക്കെ ക്വാളിറ്റീസ് ആവശ്യമാണെന്നുള്ളതാണ്. ഇൻ ഈച്ച് ആൻഡ് എവറി പോയിന്റ് യു ക്യാൻ സീ ആൻ അഡ്ജക്റ്റീവ് വിച്ച് ഡിസ്ക്രൈബ്സ് ദ ക്വാളിറ്റീസ് ഷുഡ് ബി പൊസസ്ഡ് ബൈ ആൻ ഓഡിറ്റർ. ദ ഫസ്റ്റ് വൺ ഈസ് ഹി ഷുഡ് ബി സ്ക്രിപ്റ്റ്ലെസ്ലി ഹോണസ്റ്റ്, അതായത് സത്യസന്ധമായിട്ട് ജോലി ചെയ്യുന്ന ഒരാളായിരിക്കണം. ഓൾസോ ഹി ഷുഡ് പൊസസ് ഇൻറ്റഗ്രിറ്റി, അന്തസ്സോടുകൂടി ജോലി ചെയ്യുന്ന ഒരാളായിരിക്കണം. ദാറ്റ് മീൻസ് ഹി ഷുഡ് നോട്ട് ബി ഇൻഫ്ലുവൻസ്ഡ് ഓർ ബയസ്ഡ് ഇൻ എനിവേസ്. അദ്ദേഹത്തിൻ്റെ ക്ലയൻറ്റുകളിൽ നിന്നോ അല്ലെങ്കിൽ അദ്ദേഹം ഓഡിറ്റ് ചെയ്യാൻ പോകുന്ന കമ്പനീസിൽ നിന്നോ ഡയറക്റ്റ്ലി ആൻഡ് ഇൻഡയറക്റ്റ്ലി ഒരു തരത്തിലും ഇൻഫ്ലുവൻസ്ഡ് ആവാൻ പാടില്ല. ദെൻ ഹി ഷുഡ് ഹാവ് ദാറ്റ് കറേജ് to even sign the resignation letter when he has to approve a false statement. ഒരു തെറ്റായിട്ടുള്ള റിപ്പോർട്ട് കൊടുക്കുന്നതിന് പകരം, അല്ലെങ്കിൽ ഒരു തെറ്റായിട്ടുള്ള റിപ്പോർട്ട് ഒപ്പുവെക്കുന്നതിന് പകരം ജോലി റിസൈൻ ചെയ്യുന്നതാണ് ശരി എന്ന് വിശ്വസിക്കുന്ന അത്രയും ലെവൽ ഓഫ് ഇൻറ്റഗ്രിറ്റി അദ്ദേഹത്തിന് ആവശ്യമാണ്. ഹി ഷുഡ് വർക്ക് ഇംപാർഷ്യലി, unbiased and independent. All the decisions made in the auditing procedure should be independently made by the auditor. Then also he should have the quality of secrecy, confidentiality maintain ചെയ്യാനുള്ളൊരു കഴിവും അതിനുള്ള ഒരു പ്രാപ്തിയും ഉണ്ടായിരിക്കുക. And also he should not adopt the attitude of suspicion. That means സംശയത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യാൻ പാടില്ല. എന്തെങ്കിലും ഒരു ഡൗട്ടുകൾ വരികയാണെങ്കിൽ he should immediately clear the doubts and move on. Then also ടാക്റ്റിക്കലായിട്ടുള്ള, പ്രാക്ടിക്കലായിട്ടുള്ള ഡീലിങ്സ് ആയിരിക്കണം ക്ലയൻസുമായിട്ട് നടത്തേണ്ടത്. ആൻഡ് ഓൾസോ ഹി ഷുഡ് ബി പ്രിപ്പയർഡ് ഫോർ എനി ആർഗ്യുമെൻറ്റ്സ്.
ഇദ്ദേഹത്തിൻ്റെ സത്യസന്ധമായിട്ടുള്ള റിപ്പോർട്ടിങ്ങിന് ബദലായിട്ട് പല ആർഗ്യുമെൻറ്റ്സും ചിലപ്പോൾ ആ കമ്പനിയിൽ നിന്നോ എംപ്ലോയീസിൽ നിന്നോ മാനേജ്മെൻറ്റിൽ നിന്നോ ഒക്കെ കേൾക്കേണ്ടി വരും. അത് കേൾക്കാൻ അദ്ദേഹം പ്രിപ്പയർഡ് ആയിരിക്കാം. ഓൾസോ ഇൻ കേസ് ഓഫ് ഹിസ് വർക്ക് അദ്ദേഹം ചെയ്യുന്ന ജോലി വളരെ സിസ്റ്റമാറ്റിക് ആൻഡ് മെത്തോഡിക്കലായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യാൻ അദ്ദേഹം ശ്രദ്ധിക്കുക. ഓൾസോ ഹി ഷുഡ് ബി വെരി വിജിലൻ്റ് ആൻഡ് കോഷ്യസ്. ശ്രദ്ധയോടുകൂടി കണ്ണും കാതും ഒക്കെ തുറന്നു വെച്ച് വർക്ക് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് കഴിയണം. ദെൻ ഈ ജോലികളൊക്കെ ഇത്രയും ഭംഗിയായിട്ട് ചെയ്താൽ മാത്രം പോരാ. At the end of the procedure he should prepare a report. We already know that. So ഒരു ഓഡിറ്റിംഗ് റിപ്പോർട്ട് വളരെ വൃത്തിയായിട്ടും കൺസൈസ് ആയിട്ടും കറക്റ്റ് ആയിട്ടും എഴുതാനുള്ള കഴിവ്, അത് പ്രിപ്പയർ ചെയ്യാനുള്ള കഴിവും കൂടെ ആവശ്യമാണ്. ഓൾസോ ഹി ഷുഡ് ഫോളോ ദ പ്രൊഫഷണൽ എത്തിക്സ്, കസ്റ്റംസ് ആൻഡ് റെഗുലേഷൻസ് പ്രോപ്പർലി. ഇദ്ദേഹം ICAIയുടെ ഭാഗമാണെങ്കിൽ ആ മെമ്പർഷിപ്പ് ബോഡിയുടെ കോഡ് ഓഫ് കണ്ടക്റ്റും എത്തിക്സും ഒക്കെ ഈ പ്രൊഫഷണൽ ക്വാളിറ്റീസ് എല്ലാം തന്നെ അദ്ദേഹം ഫോളോ ചെയ്യാൻ ബാധ്യസ്ഥനാണ്. ഓൾസോ മാനേജ്മെൻറ്റ് ആൻഡ് ഫിനാൻസ് റിലേറ്റഡ് കാര്യങ്ങളിൽ തറോ ട്രെയിനിങ് നേടിയിട്ടുള്ള ആളായിരിക്കണം. അത് അപ്ഡേറ്റ് ചെയ്യാനുള്ള ശ്രദ്ധയും കൂടി ഇദ്ദേഹം കൊടുക്കുക. ആൻഡ് ഓൾസോ ഹി ഷുഡ് ഗീവ് പ്രാക്ടിക്കൽ അഡ്വൈസസ് ടു ദ ക്ലയൻറ്റ്. വി ഓൾറെഡി നോ ദാറ്റ് വൺ ഓഫ് ദി ഒബ്ജക്റ്റീവ് ഓഫ് ഓഡിറ്റിംഗ് ഇസ് ടു ഗിവ് സജഷൻസ് ആൻഡ് റെക്കമെൻഡേഷൻസ് ടു ദി ക്ലയൻറ്റ്സ്. അങ്ങനത്തെ സജഷൻസും റെക്കമെൻഡേഷൻസും കൊടുക്കുമ്പോൾ പ്രാക്ടിക്കൽ ആയിട്ടുള്ള അഡ്വൈസസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് ഫൈനലി ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ഇസ്, ഇത്രയും ക്വാളിറ്റീസ് ഉണ്ടെങ്കിലും കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു വലിയ ക്വാളിറ്റി ഇദ്ദേഹത്തിന് അത്യാവശ്യമാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഓഡിറ്റർക്ക് അത്യാവശ്യം വേണ്ടുന്ന പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസും അതേപോലെ പേഴ്സണൽ ക്വാളിറ്റീസ്. സോ നൗ വി വിൽ ബി മൂവിങ് ഓൺ ടു അനദർ ടോപ്പിക് വിച്ച് ഇസ് കോൾഡ് പെർഫോമൻസ് ഓഡിറ്റ്. നമ്മൾ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഓഡിറ്റുകൾ നമ്മൾ ഈ മൊഡ്യൂളിനകത്ത് പഠിക്കുന്നുണ്ട്. ഒത്തിരി ടൈപ്സ് പഠിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നിയർലി വി വിൽ ബി ഡിസ്കസിങ് 12 or 13+ ടൈപ്സ് ഓഫ് ഓഡിറ്റ്സ്. അതിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 ഓഡിറ്റ്സ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഒന്ന് പെർഫോമൻസ് ഓഡിറ്റാണ്. ആസ് ദ നെയിം സജസ്റ്റ്, പെർഫോമൻസ് ഓഡിറ്റ് മീൻസ് ഇറ്റ് ഈസ് ദി അസസ്മെൻറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ഓഫ് എൻ ഓർഗനൈസേഷൻ to see if the resources are being managed with due regard for economy, efficiency and effectiveness, and also accountability requirements are being met reasonably. So simply പറയുവാണെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ഓവറോൾ പെർഫോമൻസ് പ്രോപ്പറായിട്ടും എഫിഷ്യൻ്റായിട്ടും നടക്കുന്നുണ്ടോ എന്ന് അസസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഓഡിറ്റാണ് പെർഫോമൻസ് ഓഡിറ്റ്. സോ ദിസ് ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം ദ നോർമൽ ഓഡിറ്റ്. നോർമൽ ഓഡിറ്റിൽ നമ്മൾ എന്താ പഠിച്ചത്? വാട്ട് ഡു യു മീൻ ബൈ ആൻ ഓഡിറ്റ്? ഓഡിറ്റ് ഇസ് ദി വെരിഫിക്കേഷൻ ഓർ കെയർഫുൾ എക്സാമിനേഷൻ ഓഫ് ബുക്ക് ഓഫ് അക്കൗണ്ട്സ് ഇൻ ഓർഡർ ടു ചെക്ക് ദ ട്രൂത്ത്ഫുൾനെസ് ഓഫ് ദി അക്കൗണ്ട്സ് ബുക്ക്, അല്ലേ? അക്കൗണ്ടിങ് പുസ്തകങ്ങൾ ചെക്ക് ചെയ്യുന്ന, റെക്കോർഡുകൾ ചെക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഓഡിറ്റിംഗ് എന്ന് പറയാം. പക്ഷേ ഇവിടെ ഇത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇവിടെ ചെക്ക് ചെയ്യുന്നത് ഓർഗനൈസേഷൻ്റെ ഓരോ ആക്ടിവിറ്റീസുമാണ്. അത് എന്തിനു വേണ്ടിയാണ് ചെക്ക് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ആ ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസിയും എഫക്റ്റീവ്നെസ്സും ഒക്കെ ഉറപ്പ് വരുത്താൻ വേണ്ടി ആ ഓർഗനൈസേഷൻ്റെ അകത്ത് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകളെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് എന്ന് അളക്കുന്ന, അസസ് ചെയ്യുന്ന ഒരു ഓഡിറ്റാണ് പെർഫോമൻസ് ഓഡിറ്റ് എന്ന് പറയാം. സോ ഇൻ ഓർഡർ ടു കംപ്ലീറ്റ് ദിസ് പെർട്ടിക്കുലർ ഓഡിറ്റ്, ദി ഓഡിറ്റർ ഷുഡ് ഫോളോ ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ്. പല ഡിഫറെൻറ്റ് ഏരിയാസ് കവർ ചെയ്താലാണ് ഒരു പെർഫോമൻസ് ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിൽ ഫസ്റ്റ് വൺ ആണ് അസസ്മെൻറ്റ്. അസസ്മെൻറ്റ് എന്ന് പറയുന്നത്, വി ഓൾറെഡി നോ ദാറ്റ് ദി ഓഡിറ്റർ വിൽ ഫോർമുലേറ്റ്സ് എ ജഡ്ജ്മെൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് റെലവൻറ്റ് ആൻഡ് റിലയബിൾ എവിഡൻസസ്. സോ ഇവിടെയും ഓർഗനൈസേഷൻ്റെ ഓരോ ആക്ടിവിറ്റീസും എവിഡൻസിൻ്റെ ബലത്തിൽ വേണം പരിശോധിക്കാനായിട്ട്. എവിഡൻസും കൂടെ ക്രോസ് ചെക്ക് ചെയ്തിട്ട് ഓരോ ആക്ടിവിറ്റീസും അവിടെ ചെയ്തു എന്ന് പറയുന്ന, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഓരോ ആക്ടിവിറ്റീസും അസസ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. അത് എവിഡൻസുമായിട്ട് ഒത്തു നോക്കി അത് വാലിഡ് ആണ് എന്ന് ഉറപ്പ് വരുത്തുക. രണ്ടാമത്തത് ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന ഒരു സെഗ്മെൻ്റാണ്. ഇവിടെ പെർഫോമൻസ് ഓഡിറ്റിനകത്ത് ചെയ്യുന്നത് ഫിനാൻഷ്യൽ ആസ് വെൽ ആസ് നോൺ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് പരിശോധിക്കുന്നു എന്നുള്ളൊരു ഏരിയ ആണ്. അതായത് ആക്ടിവിറ്റീസ് അസസ് ചെയ്യുമ്പോൾ അവിടെ ഇറ്റ് നോട്ട് ഓൺലി ഇൻക്ലൂഡ്സ് ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ്, ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് നോൺ ഫിനാൻഷ്യൽ ആക്ടിവിറ്റി. ഇപ്പം നമ്മൾ ഓഡിറ്റിങ്ങിൽ നോർമൽ ഓഡിറ്റിംഗ് എടുക്കുകയാണെങ്കിൽ അവിടെ ഫിനാൻഷ്യൽ ആസ്പെക്റ്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടും, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആസ്പെക്റ്റ് മാത്രമാണ് ഓഡിറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഒരു ബിസിനസ്സിൻ്റെ ഓവറോൾ പെർഫോമൻസ് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ആസ്പെക്റ്റ് മാത്രം ഡിസ്കസ് ചെയ്താൽ പോരാ. It must also include non-financial aspects. The third segment is organization. ഇവിടെ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഒരു ഓർഗനൈസേഷനെ മൊത്തം
വ്യക്തമായിട്ട് ഇവാലുവേറ്റ് ചെയ്യണം. ആ ഓർഗനൈസേഷനകത്ത് നടക്കുന്ന ഈച്ച് ആൻഡ് എവറി ഫങ്ഷൻസ് ആൻഡ് ആക്ടിവിറ്റീസ് ഷുഡ് ബി കവേർഡ് അണ്ടർ ദ പെർഫോമൻസ് ഓഡിറ്റ്. ഒരെണ്ണം പോലും വിട്ടുപോകാൻ പാടില്ല. അപ്പോൾ അവിടെ നിങ്ങൾ ഓർക്കുക, യു ഷുഡ് കമ്പയർ ഇറ്റ് വിത്ത് ദ നോർമൽ ഓഡിറ്റിംഗ്. നമ്മൾ പഠിച്ച ഓഡിറ്റിംഗ് കോൺസെപ്റ്റുമായിട്ട് ഡിഫറൻ്റ് ആണിത്. ഇവിടെ ഒരു ചെറുതോ വലുതോ എന്ന് വ്യത്യാസമില്ലാതെ, ഫിനാൻഷ്യൽ ആക്ടിവിറ്റി നോൺ ഫിനാൻഷ്യൽ ആക്ടിവിറ്റി എന്നൊക്കെ വ്യത്യാസമില്ലാതെ ഓരോ ആക്ടിവിറ്റീസും ഓരോ ഫങ്ഷൻസും ഓർഗനൈസേഷൻ ആസ് എ ഹോൾ യൂണിറ്റ് ആയിട്ട് തന്നെ ഇവിടെ ഓഡിറ്റ് അല്ലെങ്കിൽ അസസ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നെക്സ്റ്റ് വൺ ഇസ് റിസോഴ്സസ്. എന്തൊക്കെ റിസോഴ്സസ് ആണ് ഇവിടെ ഓഡിറ്റ് ചെയ്യുന്നത്? നമ്മൾ ചെറിയ ക്ലാസ്സിലെ പഠിക്കുന്നതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 റിസോഴ്സസ് ആണുള്ളത്: മണി, മെൻ, മെറ്റീരിയൽസ് ആൻഡ് മഷീൻസ്. ഈ എല്ലാ റിസോഴ്സസും തന്നെ പെർഫോമൻസ് ഓഡിറ്റിൽ അസസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് മാനേജ്മെൻറ്റ്. എല്ലാ മാനേജ്മെൻറ്റ് ഫങ്ഷൻസും ഓഡിറ്റ് ചെയ്യപ്പെടും. ഇറ്റ് വിൽ ഇൻക്ലൂഡ് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്. നമ്മൾ പഠിച്ചിട്ടുള്ള ബേസിക് മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ആണ്. ആ കമ്പനിയിൽ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ നടക്കുന്ന ഓരോ മാനേജ്മെൻറ്റ് ഫങ്ഷൻസും ഇവിടെ ഓഡിറ്റ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് സെഗ്മെൻറ്റ് ഇസ് എക്കണോമി. ഇവിടെ ഉദ്ദേശിക്കുന്ന എക്കണോമി എന്ന് പറയുന്നത് അക്വയറിംഗ് റിസോഴ്സസ് അറ്റ് ദ ലോവസ്റ്റ് കോസ്റ്റ്, കീപ്പിംഗ് ഇൻ വ്യൂ ദി ഒബ്ജക്റ്റീവ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഈ ബിസിനസ്സിൻ്റെ ഗോൾസിനെ അറ്റൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരുപാട് റിസോഴ്സസ് ആവശ്യമാണ്. ഈ റിസോഴ്സസിനെ ഏറ്റവും ലോവസ്റ്റ് കോസ്റ്റിൽ അക്വയർ ചെയ്യുക എന്നുള്ളൊരു സെഗ്മെൻറ്റാണ് എക്കണോമി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ് സെഗ്മെൻറ്റ് ഷുഡ് ബി ഓൾസോ ബി വെരിഫൈഡ്. Moving on to the next segment, that is efficiency. Efficiency means here the auditor will assess the relationship between the inputs and outputs. That means നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ ലോവസ്റ്റ് കോസ്റ്റിൽ അക്വയർ ചെയ്ത റിസോഴ്സസ് ഉപയോഗിച്ച് ഈ ബിസിനസ്സിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഔട്ട്പുട്ടുകൾ. സോ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ആ റിസോഴ്സസ് ആണ്, അതിൽ നിന്നും കിട്ടുന്ന റിസൾട്ടിനെയാണ് ഔട്ട്പുട്ട് എന്ന് പറയാം. സോ ദേ വിൽ ബി കമ്പയറിങ് ദി ഇൻപുട്ട്സ് ആൻഡ് ഔട്ട്പുട്ട്സ്. സോ ഈ ഇൻപുട്ടും ഔട്ട്പുട്ടും കമ്പയർ ചെയ്തുകൊണ്ട് അവരുടെ എഫിഷ്യൻസി, അപ്പോൾ അത് നോക്കുമ്പോൾ അറിയാമല്ലോ എത്രത്തോളം ഇൻപുട്ട് നമ്മൾ കൊടുത്തു, അതിൽ നിന്ന് എത്രത്തോളം ഔട്ട്പുട്ട്സ് റേസ് ചെയ്യാൻ പറ്റി എന്നുള്ളത് മനസ്സിലായാൽ ഒരു ബിസിനസ്സിൻ്റെ എഫിഷ്യൻസി എളുപ്പം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ദാറ്റ് ഈസ് ഓൾസോ ബീങ് പാർട്ട് ഓഫ് ദി പെർഫോമൻസ് ഓഡിറ്റ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് effectiveness. Effectiveness is measured how the business objectives has been achieved, to what extent the objectives has been achieved. എത്രത്തോളം ഈ ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ്സിനെ അച്ചീവ് ചെയ്യാൻ സാധിച്ചു. ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഗോൾസിൽ എത്രത്തോളം അടുത്ത് നമുക്ക് എത്താൻ സാധിച്ചു, അത് അച്ചീവ് ചെയ്തോ അതോ ഇല്ലയോ, എത്രത്തോളം അച്ചീവ് ചെയ്തു, ഇനി എത്രത്തോളം അച്ചീവ് ചെയ്യാനുണ്ട്. ഈ ഫാക്ടേഴ്സ് എല്ലാം കൺസിഡർ ചെയ്യുമ്പോഴാണ് ഒരു ബിസിനസ്സിൻ്റെ ഇഫക്റ്റീവ്നെസ് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ ഇവിടെ വെച്ച് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, എഫിഷ്യൻസി ആൻഡ് ഇഫക്റ്റീവ്നെസ് എന്നൊക്കെ പറയുന്നത് ഡിഫറെൻറ്റ് കോൺസെപ്റ്റുകളാണ്. ആൻഡ് ദ ലാസ്റ്റ് segment is accountability. That means we already know that accountability means ആരോടൊക്കെയോ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ആരോടൊക്കെയോ നമ്മൾ ആൻസറബിൾ ആണ്. സോ ഇവിടെ നമ്മൾ നോക്കുന്നത് the responsibility of the managers to carry out the policies and programs of the management. ഒരു മാനേജ്മെൻറ്റിൻ്റെ ഒരു ഓർഗനൈസേഷൻ്റെ പോളിസീസും പ്രോഗ്രാംസും ഒക്കെ ഉണ്ടാക്കിയാൽ മാത്രം പോരാ അല്ലേ, അത് ക്യാരി ഔട്ട് ചെയ്യണം, അത് നടത്തിയെടുക്കണം. അത് നടത്തിയെടുക്കുക എന്നുള്ളത് മാനേജേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ആ റെസ്പോൺസിബിലിറ്റി എത്രത്തോളം കവർ ചെയ്യുന്നുണ്ട്, എത്രത്തോളം സ്ട്രോങ് ആയിട്ട് അവർ റെസ്പോൺസിബിൾ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് മെഷർ ചെയ്യുന്നതാണ് ലാസ്റ്റ് വൺ, ദാറ്റ് ഇസ് അക്കൗണ്ടബിലിറ്റി. സോ നിയർലി 9 സെഗ്മെൻറ്റ്സ് ആയിട്ടാണ് ഇവിടെ ഈ പെർഫോമൻസ് ഓഡിറ്റ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ 9 സെഗ്മെൻറ്റ്സും കവർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇത്രയും സെഗ്മെൻറ്റ്സ് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു ഓർഗനൈസേഷൻ്റെ ടിപ്പ് ടു ടോ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ അസസ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഇസ് വാട്ട് യു കോൾഡ് പെർഫോമൻസ് ഓഡിറ്റ്. ഓക്കെ, സോ ഈ പെർഫോമൻസ് ഓഡിറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. അത് ഓൾറെഡി ഇപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒന്ന്, ഒരു ഓർഗനൈസേഷൻ്റെ ആക്ടിവിറ്റീസും ഫങ്ഷൻസും അസസ് ചെയ്യാം. 2, ഇറ്റ് വിൽ അസർടെയിൻ വെദർ ദ റിസോഴ്സസ് ഹാവ് ബീൻ പ്രൊക്യൂർഡ് ഇൻ ദ റൈറ്റ് amount, at the right place, at the right time and at the right cost. Then also it will determine the standards of inputs and output. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻപുട്ടും അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട്സിൻ്റെയും സ്റ്റാൻഡേർഡ്സ് അത് തീരുമാനിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇറ്റ് വിൽ ഓൾസോ ഹെൽപ്പ് ദ ബിസിനസ് ടു അസസ് ദി ഇഫക്റ്റീവ്നെസ് ഓഫ് ദ പ്രോഗ്രാംസ് ഇംപ്ലിമെൻറ്റഡ്. ആൻഡ് ഫൈനലി ഇറ്റ് വിൽ ഹെൽപ്പ് ടു റിവ്യൂ all the functions, all the aspects of the management, which will include planning, organizing, staffing, directing, controlling. So ഇത്രയും ഒബ്ജക്റ്റീവ്സോട് കൂടിയാണ് നമ്മൾ പെർഫോമൻസ് ഓഡിറ്റ് ചെയ്യുക. ഇനി മൂവിങ് ഓൺ ടു ദ ലാസ്റ്റ് ടൈപ്പ് ഓഫ് ഓഡിറ്റ്, ദാറ്റ് ഇസ് സോഷ്യൽ ഓഡിറ്റ്. ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഒരു ബിസിനസ്സും സൊസൈറ്റിയും തമ്മിലുള്ള കണക്ഷൻ. ഒരു ബിസിനസ്സും സോഷ്യൽ ആസ്പെക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നൊരു വാക്കാണ് CSR, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. യു ഓൾറെഡി നോ അബൌട്ട് ദി CSR ആക്ടിവിറ്റീസ്. ഒരു ബിസിനസ്സിന്
തൻ്റെ സൊസൈറ്റിയോടുള്ള റെസ്പോൺസിബിലിറ്റീസാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ള കോൺസെപ്റ്റിൽ നമ്മൾ കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്കറിയാം എല്ലാ ബിസിനസ്സും തന്നെ സോഷ്യലി റെസ്പോൺസിബിൾ ആവണം, അത് ആരും പറഞ്ഞു കൊടുത്ത് ചെയ്യേണ്ട കാര്യമല്ല, ഇൻബിൽറ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. ഇപ്പോൾ ഞാനൊരു ബിസിനസ് ഈ സൊസൈറ്റിയിൽ തുടങ്ങിയാൽ ഞാൻ അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഐ ഷുഡ് അണ്ടർസ്റ്റാൻഡ്, ഐ ഷുഡ് റിയലൈസ് ദാറ്റ് ഐ ആം യൂസിങ് ദ റിസോഴ്സസ് ഓഫ് ദിസ് പെർട്ടിക്കുലർ സൊസൈറ്റി. അതുകൊണ്ട് തന്നെ ഈ സൊസൈറ്റിക്കും എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഞാൻ തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതേപോലെ ബെനിഫിറ്റ്സ് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, അവർക്ക് ഒരു തരത്തിലുള്ള ഹാമും ചെയ്യില്ല, ദോഷമൊന്നും ചെയ്യില്ല എന്നുള്ള ഉറപ്പും എനിക്ക് വേണം. സോ ഇതിനെയാണ് എൻ്റെ കമ്പനിയുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇത് ഓഡിറ്റുമായിട്ടുള്ള കണക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന സംഗതി എല്ലാ ബിസിനസ്സും ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അത് ആരെങ്കിലും അത് ചെയ്യാതെ ഇവേഡ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഇത് ചെക്ക് ചെയ്യണ്ടേ. ഇപ്പോൾ നമ്മളൊരു ബിസിനസ്സിലെ എറേഴ്സും ഫ്രോഡും ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നു. ഓഡിറ്റ് ചെയ്യുമെന്നുള്ളത് കൊണ്ട് തന്നെ ആളുകൾ കള്ളത്തരങ്ങൾ കാണിക്കുന്നത് കുറയ്ക്കും. അതുപോലെ തന്നെയാണ് സോഷ്യൽ ഓഡിറ്റിലും സംഭവിക്കുന്നത്. It is an audit which is done to confirm, to ensure whether the social responsibilities of the business are covered properly. അത് മര്യാദക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്താനുള്ള ഒരു ഓഡിറ്റാണ് ഈ പറയുന്ന സോഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. സോ സ്ട്രേറ്റ് ഐ ആം മൂവിങ് ഓൺ ടു ദി ഒബ്ജക്റ്റീവ്സ്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് പറയുമ്പോൾ തന്നെ ഈ കോൺസെപ്റ്റ് ക്ലിയർ ആകും. ഇത് വലിയ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. സോ സോഷ്യൽ ഓഡിറ്റ് നടത്തുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഒന്ന്, ടു റെക്കോർഡ് ദ സോഷ്യൽ കോസ്റ്റ് ആൻഡ് ദ സോഷ്യൽ ബെനിഫിറ്റ്സ് ഓഫ് എ ബിസിനസ്. ഈ ബിസിനസ് ഈ സൊസൈറ്റിയിൽ നടക്കുന്നത് കൊണ്ട് സൊസൈറ്റിക്ക് എന്തൊക്കെ കോസ്റ്റുകൾ ഉണ്ടാവുന്നുണ്ട്, സൊസൈറ്റിയിൽ നിന്ന് എന്തൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്, തിരിച്ച് ഈ ബിസിനസ്സിൽ നിന്നും സൊസൈറ്റിക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് കൊടുക്കുന്നുണ്ട്, ആ ഗിവ് ആൻഡ് ടേക്ക് എന്തൊക്കെയാണെന്നുള്ളത് റെക്കോർഡ് ചെയ്യുക എന്നുള്ളത് സോഷ്യൽ ഓഡിറ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ സോഷ്യൽ ഓഡിറ്റ് നടക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഇറ്റ് ഈസ് കമ്പൽസറി ഫോർ എവറി ബിസിനസ് ടു റെക്കോർഡ് ദ സോഷ്യൽ കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ്സ്. ദ സെക്കൻഡ് വൺ ഇസ് to verify the records of social performances. That means ഈ ബിസിനസ് നടത്തുന്ന സോഷ്യൽ പെർഫോമൻസ് CSR ആക്ടിവിറ്റീസ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് ആരെങ്കിലും വെരിഫൈ ചെയ്യണ്ടേ, എന്നാൽ മാത്രമേ ഇവരിത് പ്രോപ്പറായിട്ട് പെർഫോം ചെയ്യുള്ളൂ. സോ ആ വെരിഫിക്കേഷൻ നടത്തുന്നതും സോഷ്യൽ ഓഡിറ്റിൻ്റെ ഭാഗമാണ്. ദെൻ ടു ഫിക്സ് ദ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഗോൾസ് ഓഫ് എ കൺസേൺ. ഒരു പെർട്ടിക്കുലർ ബിസിനസ്സിൻ്റെ സോഷ്യൽ ഗോൾസ് ആൻഡ് പെർഫോമൻസുകൾ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അതായത് ചിലപ്പം ചില ബിസിനസ്സുകൾക്ക് ദേ വോണ്ട് ബി അവെയർ ഓഫ് ദ സോഷ്യൽ ഗോൾസ് ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്. സോ അത് ഫിക്സ് ചെയ്യാനായിട്ട്, അത് ഏൽപ്പിച്ച് കൊടുക്കാനായിട്ട്, അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സോഷ്യൽ ഓഡിറ്റുകൾ സഹായിക്കാറുണ്ട്. ലൈക്ക് ദി ഓഡിറ്റർ ഗിവ്സ് സജഷൻസ് ആൻഡ് റെക്കമെൻഡേഷൻസ് ടു ദ നോർമൽ കമ്പനി ഓഡിറ്റ്. ദി നെക്സ്റ്റ് വൺ, ടു ക്രിയേറ്റ് ദി അവെയർനെസ് എമംഗ് ബിസിനസ് റിഗാർഡിംഗ് ദ റെസ്പോൺസിബിലിറ്റീസ് ടു ദ സൊസൈറ്റി. ഈ ഒരു സോഷ്യൽ ഓഡിറ്റ് നടക്കുന്നതിൻ്റെ മറ്റൊരു ഉദ്ദേശമാണ് ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാകുന്നത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ബിസിനസ്സുകളെ മനസ്സിലാക്കി കൊടുക്കുക. ആൻഡ് ഓൾസോ ടു ഇവാലുവേറ്റ് എ ബിസിനസ് പെർഫോമൻസ് ഇൻ ദി ഏരിയാസ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. CSR ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ CSR മേഖലയിൽ ഓരോ ബിസിനസ്സുകളും നടത്തുന്ന പെർഫോമൻസുകളെ അളക്കുക, ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളത് മറ്റൊരു ഉദ്ദേശമാണ്. ആൻഡ് ദ സെക്കൻഡ് ലാസ്റ്റ് വൺ ഇസ് ടു റിവൈസ് ദ ഗോൾസ് ആൻഡ് ടാർഗറ്റ്സ് ഇൻ റെസ്പെക്ട് ഓഫ് പബ്ലിക് വെൽഫെയർ ഓൺ ദ ബേസിസ് ഓഫ് ഇവാലുവേഷൻ. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ ഇവാലുവേറ്റ് ചെയ്യുന്നത് വഴി സോഷ്യൽ ഓഡിറ്റർക്ക് മനസ്സിലാകും ഈ കമ്പനി എത്രത്തോളം നന്നായിട്ട് ചെയ്യുന്നുണ്ട്, ഇനി എത്രത്തോളം ബെറ്റർ ആവാനുണ്ട്. അതനുസരിച്ച് ആ ഇവാലുവേഷൻ്റെ ബേസിസിൽ ഈ ഓഡിറ്റർ തന്നെ ഈ ബിസിനസ്സിൻ്റെ സോഷ്യൽ ഗോൾസിനെ റിവൈസ് ചെയ്ത് കൊടുക്കും, മോഡിഫൈ ചെയ്ത് കൊടുക്കും. അതും ഒരു ഒബ്ജക്റ്റീവാണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ടു ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദ റിലേഷൻഷിപ്പ് ഓഫ് കമ്പനീസ് ആക്ടിവിറ്റീസ് കൺസേണിങ് ഇറ്റ്സ് എംപ്ലോയീസ്, പബ്ലിക് ആൻഡ് കസ്റ്റമേഴ്സ്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം ഫെഡറൽ ബാങ്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് വലിയ സ്ഥാപനങ്ങൾ ഓരോ CSR ഇനീഷ്യേറ്റീവ്സ് കൊണ്ടുവരുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ പ്രോഗ്രാമുകൾ മാത്രമല്ല, അതല്ലാതെ ആ ബിസിനസ്സിൻ്റെ നോർമൽ വർക്കിങ്ങിൽ അവരുടെ എംപ്ലോയീസിനോട് അവരുടെ ബിസിനസ് കാണിക്കുന്ന കൺസേൺ, തൻ്റെ പബ്ലിക് കസ്റ്റമേഴ്സിനോട് കാണിക്കുന്ന കൺസേൺ, ആ സൊസൈറ്റിയിലുള്ള ആളുകളോട് കാണിക്കുന്ന കൺസേൺ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ തൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസിന് കൊടുക്കുന്ന കുറേ വെൽഫെയർ ഓപ്ഷൻസ്, അവർക്ക് കൊടുക്കുന്ന നല്ല വർക്കിംഗ് എൻവയൺമെൻറ്റ്, ഇതെല്ലാം അവരുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. അതേപോലെ തന്നെ കസ്റ്റമറിന് കൊടുക്കുന്ന ക്വാളിറ്റി പ്രൊഡക്ട്സ് റീസണബിൾ പ്രൈസിൽ കൊടുക്കുന്നു, എഡീഷണൽ ഓഫേഴ്സും ഡിസ്കൗണ്ട്സും കൊടുക്കുന്നു, ഇതെല്ലാം അവരുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ്. ദെൻ തൻ്റെ സ്ഥാപനം നിലകൊള്ളുന്ന സ്ഥലത്ത് പൊല്യൂഷൻസ് ഇല്ലാതെ നോക്കുക, അല്ലെങ്കിൽ അവരെയുള്ള ആളുകളെ ചെറിയ ചെറിയ ജോലികൾ കൊടുത്ത് സഹായിക്കുക, ഇങ്ങനെ ഇതെല്ലാം സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗം തന്നെയാണ്. ഇതൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആക്ടിവിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഇത് എല്ലാ ബിസിനസ്സും ഫോളോ ചെയ്യേണ്ട ഒരു മിനിമം ഡെക്കോറത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. സോ ഇതും
കൂടെ സോഷ്യൽ ഓഡിറ്റിൽ അസസ് ചെയ്യുന്നുണ്ട്. സോ സിംപ്ലി സോഷ്യൽ ഓഡിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ യു ക്യാൻ സേ ദാറ്റ് സോഷ്യൽ ഓഡിറ്റ് ഇസ് എൻ ഓഡിറ്റ് വിച്ച് റെഫേഴ്സ് ടു ദി അസസ്മെൻറ്റ് ഓഫ് എ കമ്പനീസ് പെർഫോമൻസ് റിഗാർഡിംഗ് ദി പ്ലാൻഡ് ഗോൾസ് ഓർ ഒബ്ജക്റ്റീവ്സ് ഇൻ ദി ഏരിയാസ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന സെഗ്മെൻറ്റിൽ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു കമ്പനി ചെയ്യുന്ന പെർഫോമൻസുകളെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു ഓഡിറ്റ് പ്രോസസ്സാണ് സോഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. സോ സോഷ്യൽ ഓഡിറ്റും മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓഡിറ്റ് തന്നെയാണ്. So hope the topics are clear for you. So once again I would like to recall the 3 topics which we have discussed. ഒന്ന് different qualities, അത് തന്നെ പ്രൊഫഷണൽ ക്വാളിറ്റീസും പേഴ്സണൽ ക്വാളിറ്റീസ് ഓഫ് എൻ ഓഡിറ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം നമ്മൾ 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓഡിറ്റ് ആണ് പറഞ്ഞത്. ഒന്ന് പെർഫോമൻസ് ഓഡിറ്റും മറ്റൊന്ന് സോഷ്യൽ ഓഡിറ്റ്.